ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതമായ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇവിടെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം പള്ളിയുടെ ഫ്രണ്ടിലുള്ള മൗണ്ടളത്തിൻ്റെ മുമ്പിലുള്ള മൗണ്ടളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ സ്റ്റെപ്പ് നനഞ്ഞു കിടക്കുകയായിരുന്നു. എൻ്റെ കാല് വഴുതിപ്പോയി. ശരിക്കും ഞാൻ തകർന്നു പോയേനെ. എൻ്റെ കാല് ഞാൻ തെറ്റി വീണു, താഴെ വീണു. അത് സ്റ്റെപ്പിലേക്ക് 2 സ്റ്റെപ്പുണ്ട്, ആ 2 സ്റ്റെപ്പിലേക്ക് ഞാൻ താഴെ വീണു. പക്ഷേ എന്നെ ആരോ താങ്ങിയാണ് എന്നെ അവിടെ കിടത്തിയത്. എൻ്റെ ശരീരത്തിലോ എൻ്റെ മേത്തോ ഒരു പോറലോ ഒരു വേദനയോ ഒന്നും എനിക്ക് അനുഭവപ്പെടില്ല. അത്രയും വലിയ വീഴ്ചയാണ് ഞാൻ വീണത്. എന്നെ ഈശോ 2 കരങ്ങൾ കൊണ്ടും എന്നെ താങ്ങി അവിടെ കിടത്തി. കണ്ടു നിന്ന് ആൾ ചോദിച്ച് എന്താ എഴുന്നേക്കണോ, പിടിക്കണോ, ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവരെല്ലാം വിചാരിച്ച് ഞാൻ തകർന്നു പോയെന്ന്. എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ കൂളായിട്ട് അതിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്തത്. അന്നേരം ഞാനൊരു കാര്യം എനിക്കൊരു ഓർമ്മ വന്നു. എൻ്റെ ഈശോയുടെ വചനം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. എന്താണ് ഈശോ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം നോക്കി. നിന്നെക്കുറിച്ച് അവർ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. എന്ത് സത്യമായിരുന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഇതൊരു സത്യമായ കാര്യമായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ താങ്ങി, എന്നെ താങ്ങി. അല്ലെങ്കിൽ ഞാൻ തകർന്ന് തരിപ്പണമായി പോകും. എൻ്റെ നട്ടെല്ലൊടിയും ഉറപ്പാണ്. കാരണം പിന്നെയും കിടക്കുക 2 സ്റ്റെപ്പ്. അതിലേക്കാണ് തട്ടി വീണേക്കണത്, അതിലേക്ക് തെറ്റി വീണത്. എനിക്ക് ഒരു പോറൽ പോലും, എൻ്റെ മേത്ത് ഒരു പോറൽ പോലും എനിക്ക് ഏറ്റില്ല എന്നുള്ളതാണ്. കർത്താവ് എൻ്റെ കരം എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മേലുണ്ട്. പക്ഷെ നമുക്കത് വിശ്വസിക്കാനും നമ്മളെ കർത്താവിൻ്റെ കൂടെ പോകാനും പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനർത്ഥങ്ങൾ. ഈശോയോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയും വലിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് നടന്നത്. എൻ്റെ കർത്താവ് എന്നെ താങ്ങി, എന്നെ 2 കൈകളിലും താങ്ങി അവിടെ കിടത്തി. എന്തോ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഈശോയുടെ കൂടെ ആയതുകൊണ്ടാണ് ഈശോ എന്നെ എപ്പോഴും കാത്തോളണം. ഇനി തകർന്നു പോയേനെ, എൻ്റെ നട്ടെല്ലിൽ തകർന്ന് തരിപ്പണായി പോയേനെ. എൻ്റെ ഈശോ എനിക്ക് ചെയ്ത ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതങ്ങളിലും ഉണ്ടാകണം. നിങ്ങളുടെ കൂടെയും യേശു ഉണ്ടാകണം. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി ഭക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ രക്തത്തിലും ഈശോയുടെ ആത്മാവുണ്ടാവും. നമ്മൾ ഈശോയുടെ അംശമായി മാറപ്പെടും. അപ്പോൾ നമ്മളെ ഈശോ കാത്തോളും. എല്ലാവർക്കും പറ്റുന്നൊരു പറ്റാണ് വിശുദ്ധ കുർബാന വെറുതെ വാങ്ങി കഴിക്കുക. അതല്ല, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇതേപോലെ അനുഭവങ്ങളിൽ ഈശോ നമ്മൾ താങ്ങിക്കൊള്ളും. ഈശോ നമ്മോട് കൂടെ ഉണ്ടാകും. കാരണം ഞാൻ എപ്പോഴും ഈശോയോട് പറയും, എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ ശരീരം രൂപപ്പെടണം, എൻ്റെ ശരീരത്തിൽ ഈശോയുടെ മാംസം രൂപപ്പെടണം. ശരി, ഞാൻ കഴിക്കുന്ന ആ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ്, യേശുവിൻ്റെ ശരീരത്തിൽ ഭക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് പറയുന്നതാണ്. ഇന്ന് ഞാനിത് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ മാംസം, എൻ്റെ ഹൃദയത്തിൽ മാംസപ്പെടണം. ശരീരം, എൻ്റെ ഈശോയുടെ ശരീരം എൻ്റെ ശരീരത്തിലും മാംസമാകണം. എൻ്റെ ഈശോയുടെ രക്തം എൻ്റെ ഹൃദയത്തിൽ ഒഴിക്കപ്പെടുന്ന രക്തത്തോടുകൂടി ചേർന്ന് എൻ്റെ ഞരമ്പുകളിൽ ഒഴുകണം. അങ്ങനെ ഞാൻ ഈശോയുടെ അംശമായി മാറപ്പെടും. ഞാൻ ഈശോയുടെ മകനാകും. ഞാൻ ഈശോയുടെ എല്ലാമായി മാറണം. എന്നെ ഈശോ കാത്തുകൊള്ളും എന്നുള്ള പൂർണ്ണ ആ വിശ്വാസവും ആ കരുതലുമാണ് ഇന്ന് എനിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ യോഗ്യതയോടുകൂടി ആയിരിക്കണം ഈശോയുടെ ശരീരരക്തം ഭക്ഷിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഈശോ പൂർണ്ണമായി ഇടപെടും. അതാണ് നമ്മുടെ ഈശോ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണത് ഇന്നിവിടെ നടന്നത്. എൻ്റെ കർത്താവിനോടുകൂടി നിങ്ങളും ജീവിക്കണം.
ഞാനെപ്പോഴും എല്ലാ പ്രാവശ്യം പോസ്റ്റ് ഇടുമ്പോഴും ഞാൻ പറയും, നിങ്ങൾ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. അത് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും. അത് സ്വീകരിക്കണം. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. ഞാൻ എപ്പോഴും എല്ലാ പോസ്റ്റിലും പറയുന്നത്, ഒരിക്കൽ കൂടി പറയുന്നത്, എല്ലാ പോസ്റ്റിലും പറയുന്ന കാര്യമാണ്, എല്ലാ ക്ലിപ്പിലും പറയുന്ന കാര്യമാണ്, നിങ്ങൾ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി ഭക്ഷിക്കണം. അപ്പോഴാണ് ആ ശരീരം നമ്മുടെ ഹൃദയത്തിൽ മാംസമാകും, ആ ശരീരം നമ്മുടെ ശരീരത്തിൽ മാംസമാകും, ആ രക്തം നമ്മുടെ ഹൃദയത്തൊടുക്കിപ്പോകുന്ന രക്തത്തോട് ചേർന്ന് നമ്മുടെ ഞരമ്പുകളിൽ ഒഴുകുമ്പോൾ നമ്മൾ ഈശോയുടെ അംശമായി മാറും. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതാണ് ഈശോന് വേണ്ടത്. അതാകാൻ നിങ്ങൾ യോഗ്യതയോടുകൂടി ഇത് സ്വീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എല്ലാവരും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, ഒന്നുമില്ല അതിനകത്ത് വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോട് സ്വീകരിക്കണം എന്നുള്ളത് അവർക്കറിയത്തില്ല, അവർ പറയുന്നുമില്ല. ഒത്തിരി ധ്യാന ക്ലാസ്സുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ ആരും അതേക്കുറിച്ചൊന്നും പറയാറില്ല. അപ്പോൾ ഇന്ന് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ ഈശോയുടെ ശരീരവും എൻ്റെ രക്തത്തിലോടുന്ന ഈശോയുടെ രക്തവും കൂടി ചേർന്നപ്പോൾ എന്നെ താങ്ങിയ ഈശോയെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിക്കണം, അറിയണം. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ജീവിതത്തിലും ആ ഈശോയെ അനുഭവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. യേശു മിശിഹായ്ക്കും